എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ഷെയർ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. Empress energy, 4 of Wands, 8 of Wands, Knight of Swords, Ace of Pentacles and last Justice energy. ആദ്യം തന്നെ എംപ്രസ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് പൊതുവേ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉന്നമനം ഉണ്ടാകുന്ന ഒരു സമയമാണെന്ന് പറയാം. ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ, ശമ്പള വർധനവ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കാണിക്കുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ കാണിക്കുന്ന സമയമാണ്. ഇപ്പോൾ ജോലിയല്ല ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു രീതിയുടെ അപ്പുറത്തേക്ക് ഒരു പാഷൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം അത് നിങ്ങളുടെ ജോലിയായി മാറുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഇതുവരെ ഒരു 9 to 5 ഒരു ജോബാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണോ അത് ജോലിയാക്കി മാറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് അത് ബിസിനസ്സാക്കി മാറ്റി അത് ഒരു വരുമാന മാർഗമാക്കുന്ന, പിന്നെ പേരും പ്രശസ്തിയും നേടാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയിട്ടാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഇത് പല വഴികളിലൂടെയായിരിക്കും. അപ്പോൾ എടുത്ത് പറയേണ്ടുന്ന മറ്റ് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു കാലത്ത് അല്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല എന്ന് ചിന്തിച്ചിടുന്നിടത്ത് നിന്ന് നിങ്ങൾ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ലെവലിലേക്ക് 4 പേര് നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ 4 പേര് നിങ്ങളെ അറിയുന്ന, അതായത് ഒരു ഫേമസ് ഒരു സെലിബ്രിറ്റി ഇതിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു യൂട്യൂബർ, ഇൻസ്റ്റാഗ്രാം അതുപോലെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മുന്നേറുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാവാം ഇത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചിട്ടോ ഒക്കെ നിങ്ങൾ വളരെയധികം വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുകയും അതെങ്ങനെയാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് ഇതിൽ മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കുക, അതിനനുസരിച്ചിട്ട് നല്ലൊരു ആക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അധികം ഒരു മീഡിയം റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയ സമയമാണ്. ഹൈ റിസ്ക്, അത്രയും റിസ്ക് ഉള്ളത് എടുക്കാൻ പറ്റിയ സമയമല്ല. അപ്പോൾ ലോ റിസ്ക്കോ അല്ലെങ്കിൽ മീഡിയം റിസ്ക് വരെ ഉള്ളത് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നത് നല്ലതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇനി ഷെയർ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികളോ കാര്യങ്ങളോ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസികൾ വഴി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ ബിസിനസ് ചാൻസസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ബിസിനസ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട്, പക്ഷെ അതിനുവേണ്ടി സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്ത് ബിസിനസ് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായി കാണില്ല. അപ്പോൾ ആ ബിസിനസ് ഏത് രീതിയിൽ, എങ്ങനെ, എവിടെ, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക, തീരുമാനിക്കുകയാണ്. അത് തുടങ്ങാനുള്ള ചാൻസസ് കുറവാണ് ഈ ഒരു മാസം തന്നെ, പക്ഷെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുന്നു. പിന്നെ വരുന്ന മാസത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്, അതായത് ഉദ്ഘാടനം കാര്യങ്ങൾ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആണ് ബിസിനസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളോ ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റൊരാളും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കോളർഷിപ്പ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും മത്സരപരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ വിജയസാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരൻസും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഒത്തിരി നല്ല മികച്ചതാവുന്നുണ്ട്. കാരണം പാരൻസായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആവുന്നുണ്ട്.
അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിക്കുന്നത് മനസ്സിലാകുക, ഇതൊക്കെ സാധ്യമാകുന്ന ഒരു സമയമാണ്. അതേപോലെ 4 ഓഫ് ഫോൺസ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആദ്യ വീട് സ്വന്തമാക്കുന്ന സമയം എന്ന് പറയാം. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അതിനുവേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവും. ആ ഒരു ആഗ്രഹം സബലീകരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വീടെന്നുള്ളൊരു സ്വപ്നം, അത് വിദേശത്ത്, പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകളാണെങ്കിൽ വിദേശത്ത് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സങ്കല്പം യാഥാർത്ഥ്യമാകുന്നു. അത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗണപതി ഹോമം അല്ലെങ്കിൽ വെഞ്ചിരിപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന ഉണ്ട്. അപ്പോൾ ജൂലൈ മാസത്തിൽ അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. അതുപോലെ തന്നെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഒരു മാറ്റം, കുറച്ച് ദൂരെയൊക്കെ ഉള്ളൊരു മാറ്റം സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് വീട് എന്നുള്ളതല്ലാത്തവരാണ് എങ്കിൽ നിങ്ങളിപ്പോൾ ട്രാൻസ്ഫർ ആവുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വീട് മാറുന്നുണ്ടാവാം. അതിനൊക്കെയുള്ളൊരു ആ ഭവനം നിങ്ങളിപ്പോൾ താമസിക്കുന്നിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വളരെ ഉത്സാഹഭരിതരാണ്, വളരെ പോസിറ്റീവൊക്കെ ആണെങ്കിലും ചില ആളുകൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വളരെയധികം ഉത്സാഹഭരിതരൊക്കെ ഇന്നൊരു കാര്യം ചെയ്യാൻ, നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ചില ആളുകൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മെച്ചമുണ്ടോ, ആ ഒരു രീതിയിൽ നിങ്ങൾ തളർത്തി കളയുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആ ആളുകൾ ആരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ആരായാലും പങ്കുവയ്ക്കാതിരിക്കുക. എല്ലാം നടന്ന് ഇപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ ഉദ്ഘാടനത്തിന് മുമ്പ് അല്ലെങ്കിൽ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ പറയുക. ജസ്റ്റ് അവരധികം നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ അവരെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യത്തിലേക്ക് വരാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഇതായിരിക്കും ചോദിക്കാൻ പോകുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ വിഷയത്തിലേക്ക് മാറി അവർക്ക് സന്തോഷമുള്ള അവരുടെ ലൈഫിൽ നടത്തുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അവരെ ആ വിഷയത്തിൽ നിന്ന് മാറ്റി മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ 4 ഓഫ് ഫോൺസ് ആൻഡ് ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒത്തിരി, അതായത് ഇപ്പോൾ നിങ്ങൾ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ എന്തെങ്കിലും വീട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലമോ അതൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത് അത് റെഡിയാവുന്നുണ്ട്. എന്തെങ്കിലും ബാധ്യത അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ടാക്സോ അല്ലെങ്കിൽ അതുപോലെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളിൽ കേസ് കാര്യങ്ങൾ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ റെഡിയാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. കേസ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഫേവറിൽ കേസ് റെഡിയാവുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്താണ് എന്നുള്ളത്, അതായത് കുറച്ച് റിലാക്സ് ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണ്. അതായത് കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓട്ടമായിരിക്കും, അല്ലെങ്കിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടിട്ട് ഭയങ്കര തിരക്കുള്ളൊരു സമയമാവും. ഈ തിരക്കുകളൊക്കെ ഒന്ന് മാറി തിരക്കുകളിൽ നിന്നൊക്കെ പുറത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ആ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ജീവിതം ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങുന്ന, ഒന്ന് റിലാക്സ് ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണിത്. 8 ഓഫ് ഫോൺസ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളൊന്ന് റിലാക്സ് ആവാനായിട്ട് നിങ്ങളൊരു യാത്ര ചെയ്യുന്നുണ്ട്, ട്രാവൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ദൂരയാത്രയായിരിക്കും, വിദേശത്തേക്കുള്ള യാത്രയായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ച് ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും സന്തോഷമൊക്കെ ഉള്ള ഒരു യാത്ര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയം. അപ്പോൾ ഹാപ്പി ആയിട്ട് കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരിക്കാവുന്ന ഒരു നെഗറ്റിവിറ്റിന്നും സ്ട്രെസ്സിൽ നിന്നും ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അത് ഒന്ന്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്താണ് നിങ്ങൾക്ക് മനസ്സിന് ഒരു സന്തോഷം തരുന്നത്, ആ ഒരു കാര്യം ചെയ്യുക. സെൽഫ് കെയർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, നിങ്ങളുടെ സെൽഫ് കെയർ, സെൽഫ് ലവ്, നിങ്ങളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജി കാണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ലൈഫ് പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്.
പ്രായമായിട്ടുള്ള ആളുകളെയും വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ കുറച്ചുകൂടി ആത്മീയ കാര്യങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.